Hey everyone, it's me Rahul. Welcome to Mentor FX my YouTube channel. So നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ നമുക്ക് ഇന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, നമുക്ക് ഇന്ന് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. കാരണം ഇന്ന് ആഫ്റ്റർ ലോങ് ടൈം ഓപ്ഷൻസിലെ നമ്മുടെ ഇൻഡെക്സിൽ എനിക്കൊരു SL അടിച്ചിട്ടുണ്ടായിരുന്നു. റീസൺ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ ലാസ്റ്റ് ഡേയുടെ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? നമ്മുടെ പ്ലാൻ ഇതായിരുന്നു. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം. ഇത് നമ്മുടെ ഒരു സെല്ലിംഗ് സോണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റ് ഈ ഒരു സെല്ലിംഗ് സോണിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൽ ഓൺ ദ റൈസ് ആയിരുന്നു നമ്മുടെ പ്ലാൻ, അല്ലേ? മാർക്കറ്റ് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ചെയ്യണമെന്നായിരുന്നു. ആൻഡ് ബൈ ഓൺ ദ ഡിപ്പ്, താഴെയാണെങ്കിൽ ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യണമെന്ന്. അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ പ്ലാൻ. അല്ലെങ്കിൽ നമ്മളെന്തായിരുന്നു പ്ലാൻ? നമ്മൾ 23,890 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23,890ക്ക് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇതിനകത്ത് ഇതേപോലെ തന്നെ ഇങ്ങനൊരു ക്യാൻഡിൽസ് വരച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യണം മാർക്കറ്റ് താഴെ വന്നിട്ട് ഈ ക്യാൻഡിലിനെ ഇവിടുന്ന് നമുക്ക് ഒരു ബൈങ് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എക്സാക്ട്ലി നമ്മൾ ഇന്നലെ എന്താണോ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത് ടിറ്റോ സെയിം ആണെന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. ബട്ട് ഈ റീടെസ്റ്റിന് മുന്നേ ഇവിടുന്ന് ഒരു എൻട്രി, ഈ ഒരു ക്യാൻഡിലിൻ്റെ ബേസിലൊരു എൻട്രി കൊടുത്തു. ആ എൻട്രി നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതായിരുന്നു നമ്മൾ ഇന്ന് നമ്മുടെ ട്രേഡിങ്ങിൽ നമുക്ക് നടന്നത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. കാരണം എല്ലാ ദിവസവും 100% ഒരിക്കലും ശരിയാകത്തില്ല. എന്തെങ്കിലും തെറ്റൊക്കെ എന്തായാലും വരും. ഇത്രയും ദിവസം ലാസ്റ്റ് ദിവസങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതൊരു വെരി സിമ്പിൾ ഡേ ആയിരുന്നു. ഈ ട്രേഡ് എടുത്ത ആൾക്കാരുണ്ട്, ബട്ട് ഇതേപോലെ പ്ലാൻ ചെയ്ത് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അവർ ഇതേ പ്ലാൻ ഫോളോ ചെയ്ത് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയവരും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നാളത്തെ നോക്കുകയാണെങ്കിൽ വെരി സിമ്പിളാണ്. ടിറ്റോ സെയിം പ്ലാനാണ് നാളെ ഉള്ളത്. ഇതേപോലെ തന്നെ ഒരു സെല്ലിംഗ്, ഈ ഒരു സെല്ലിംഗ് സോൺ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു സെല്ലിംഗ് സോൺ, ഈ ഒരു ഓർഡർ ബ്ലോക്ക്, അതേപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് വലിയൊരു സെല്ലിംഗ് താഴോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് സെൽ ഓൺ ദ റൈസ് ആൻഡ് ബൈ ഓൺ ദ ഡിപ്പ്. ഓക്കെ, സെൽ ഓൺ ദ റൈസ്, ബൈ ഓൺ ദ ഡിപ്പ്, സെയിം സിമ്പിൾ പ്ലാനാണ്. മാർക്കറ്റ് ഇത് നമ്മുടെ ഒരു സെല്ലിംഗ് സോണാണ് 24,050. ഓക്കെ, സോ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ തട്ടി താഴോട്ട് വരികയാണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ആൻഡ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു FEG, ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് തിരിച്ച് ബൈ ചെയ്യാം. ഓക്കെ, സെൽ ഓൺ ദ റൈസ്, ബൈ ഓൺ ദ ഡിപ്പ് ആൻഡ് എബോവ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അഗെയിൻ യു വെയിറ്റ് ബൈ ഓൺ ദ ഡിപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ സെയിം പ്ലാൻ. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് തിരിച്ച് വന്നിട്ട് ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബൈ ഓൺ ദ ഡിപ്പ്. ഓക്കെ, മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇത് നമ്മുടെ മേജർ 24,50 മേജർ റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് മാർക്കറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ FEG, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതിൻ്റെ തൊട്ടും താഴെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ എവിടുന്നെങ്കിലും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യുക. മാർക്കറ്റ് അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ വെയിറ്റ് ഫോർ എ റീടെസ്റ്റ് ഫോർ ബൈ ഓൺ ദി ഡിപ്പ്. 24.15 തന്നെ ബൈ ഓൺ ദി ഡിപ്പ്. ഫസ്റ്റ് ടാർഗറ്റ് 24.92, 24.150 രണ്ട് ടാർഗറ്റ് ഉണ്ട് മുകളിലോട്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. മനസ്സിലാക്കി വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോ നിങ്ങൾ രാവിലെ കാണുന്നെങ്കിൽ മാർക്കറ്റിൽ പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.